മൂന്നാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് 1183.93 കോടി രൂപ അനുവദിച്ചു. ഇതിൽ ഏറിയ പങ്കും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ പഞ്ചസാര ഫാക്ടറി സഹകരണ സംഘങ്ങൾക്കാണ് പ്രയോജനപ്പെടുക. ദേശീയ സഹകരണ വികസന കോർപ്പറേഷന് 500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണത്തിനും 500 കോടി രൂപയുണ്ട്. വിവരസാങ്കേതിക വിദ്യയിലൂടെ സഹകരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതികൾക്കായി 88.96 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കാർഷിക ഗ്രാമവികസന ബാങ്കുകളുടെ കമ്പ്യൂട്ടർവത്കരണത്തിനുള്ള പദ്ധതിക്കും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സഹകരണ സംഘം രജിസ്ട്രാർമാരുടെ ഓഫീസുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കാനുള്ള പദ്ധതിക്കുമൊക്കെ ഇതിന്റെ പ്രയോജനം കിട്ടും. കേന്ദ്ര സഹകരണ മന്ത്രാലയ സെക്രട്ടേറിയറ്റിന്റെ ചെലവുകൾക്കായി 39.40 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. സഹകരണ സ്ഥാപനങ്ങളിലൂടെ അഭിവൃദ്ധി എന്ന പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. ഇതിന് 1 ലക്ഷം രൂപയാണ് പ്രാരംഭമായി വകയിരുത്തിയിട്ടുള്ളത്. സഹകരണ വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാനും സ്കൂളുകളിലും സർവകലാശാലകളിലും സഹകരണ ഡിപ്ലോമ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാനുമുള്ള പദ്ധതിക്ക് 1 ലക്ഷം രൂപ ടോക്കണായി ഉൾപ്പെടുത്തി. നിലവിലുള്ള സഹകരണ പരിശീലന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും നവീകരിക്കാനുമുണ്ട് 1 ലക്ഷം രൂപ. 2023-24 ബജറ്റിൽ സഹകരണ വിദ്യാഭ്യാസത്തിന് 30 കോടി രൂപയും സഹകരണ പരിശീലനത്തിന് 25 കോടി രൂപയും വകയിരുത്തിയിരുന്നെങ്കിലും ഇത്തവണ അതില്ല. മൈക്രോസോഫ്റ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടതിനെ തുടർന്ന് ബാങ്കിംഗ് മേഖലയിലുണ്ടായ ആഘാതം റിസർവ് ബാങ്ക് വിലയിരുത്തി. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള 10 ബാങ്കുകളെയും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെയും മൈക്രോസോഫ്റ്റ് തകരാർ ബാധിച്ചുവെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ പലതും പ്രശ്നം പരിഹരിച്ചതായി RBI അറിയിച്ചു. ബാക്കിയുള്ളവ പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും RBI വ്യക്തമാക്കി. വിൻഡോസ് അധിഷ്ഠിത കമ്പ്യൂട്ടറുകളുടെ നെറ്റ്വർക്കിൽ സൈബർ സുരക്ഷാ സേവനമായി ക്രൗഡ് സ്ട്രൈക്കിന്റെ പുതിയ അപ്ഡേറ്റ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. മൈക്രോസോഫ്റ്റിന്റെ അഷ്വർ ക്ലൗഡ് സേവനങ്ങളെ ഈ പ്രശ്നം ബാധിച്ചതോടെയാണ് എയർലൈൻ, ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത്. ക്ലൗഡ് അധിഷ്ഠിത സേവനങ്ങൾക്ക് ക്രൗഡ് സ്ട്രൈക്കിന്റെ സുരക്ഷാ സേവനം ഉപയോഗിക്കുന്നവരെയാണ് ഈ പ്രശ്നം ബാധിച്ചത്. മിക്ക ബാങ്കുകളുടെയും പ്രധാന സിസ്റ്റങ്ങൾ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്തിട്ടില്ല. വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി ക്രൗഡ് സ്ട്രൈക്കിനെ ആശ്രയിക്കുന്നുള്ളൂ. വിവിധ വീഴ്ചകളുടെ പേരിൽ 3 ജില്ലാ സഹകരണ ബാങ്കും 1 അർബൻ സഹകരണ ബാങ്കും അടക്കം 4 ബാങ്കുകൾക്ക് കൂടി റിസർവ് ബാങ്ക് പിഴ ചുമത്തി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലാ സഹകരണ കേന്ദ്ര ബാങ്ക്, മഹാരാഷ്ട്ര ചന്ദ്രപൂരിലെ ചന്ദ്രപൂർ ജില്ലാ സഹകരണ ബാങ്ക്, കർണാടകത്തിലെ ഹരിഹറിലുള്ള ശ്രീഹരി ഹരേശ്വര അർബൻ സഹകരണ ബാങ്ക്, ബീഹാറിലെ വൈശാലി ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്ക് എന്നിവയ്ക്കാണ് പുതുതായി പിഴ വിധിച്ചത്. 2.5 ലക്ഷം രൂപയാണ് ചന്ദ്രപൂർ ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കിന് പിഴ. ഡയറക്ടർമാർക്ക് വായ്പ നൽകിയതിനാലാണിത്. വൈശാലി ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കിന് 1 ലക്ഷം രൂപയാണ് പിഴ. അക്കൗണ്ടുകളെ റിസ്ക് സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് സമയാസമയം അവലോകനം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നതാണ് കുറ്റം. ചില ക്രമക്കേടുകൾ നബാർഡിന് റിപ്പോർട്ട് ചെയ്യാൻ വൈകിയതിന് വിജയനഗരം ജില്ലാ സഹകരണ കേന്ദ്ര ബാങ്കിന് 50,000 രൂപയാണ് പിഴയിട്ടിട്ടുള്ളത്. ശ്രീഹരി ഹരേശ്വര അർബൻ സഹകരണ ബാങ്കിനും 50,000 രൂപയാണ് പിഴ. ബാങ്കുകൾ തമ്മിലുള്ള ഇടപെടലുകൾ പാലിക്കേണ്ട കാര്യങ്ങളിലുണ്ടായ വീഴ്ചയാണിത്. സഹകരണ മേഖലയിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലിൽ ആശങ്ക രേഖപ്പെടുത്തി സംസ്ഥാന സഹകരണ യൂണിയന്റെ വാർഷിക പൊതുയോഗം പ്രമേയം പാസാക്കി. രാജ്യത്തെ സഹകരണ മേഖലയെ വരുതിയിലാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നാണ് പ്രമേയത്തിലെ കുറ്റപ്പെടുത്തൽ. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമവും കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് പിന്നിലുണ്ട്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നത്. സഹകരണ യൂണിയൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുയോഗം ചെയർമാൻ കോലിയങ്കോട് N കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി MP രജിത് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ബജറ്റും അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ K രാജഗോപാൽ, KK ലതിക, TK ദേവകുമാർ, VM ശശി, NK രാമചന്ദ്രൻ, ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ഒരു വിഭാഗം സഹകരണ ജീവനക്കാർ ദുർഗതിയിലാണ്. ഇവർ EPF-ന് പുറത്താണ്. എന്നാൽ പെൻഷൻ പദ്ധതിയിൽ അംഗമാകാനും കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ. 1995-ലാണ് കേരള സഹകരണ സംഘം ജീവനക്കാർക്ക് സ്വാശ്രയ പെൻഷൻ പദ്ധതി നിലവിൽ വന്നത്. 1993 ജൂൺ 3 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്.
സഹകരണ സംഘം രജിസ്ട്രാറുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ പ്രാഥമിക റീജിയണൽ സഹകരണ സംഘങ്ങളും ജില്ലാ അപെക്സ് സ്ഥാപനങ്ങളും ഈ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാണ്. സഹകരണേതര വകുപ്പുകളായ കയർ, ക്ഷീരം, കൈത്തറി, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, ഫിഷറീസ്, വ്യവസായ വകുപ്പുകളുടെ കീഴിലുള്ള സഹകരണ സംഘങ്ങൾക്കും ഈ പദ്ധതി ബാധകമാണ്. സഹകരണ ജീവനക്കാരുടെ സ്വാശ്രയ പെൻഷൻ പദ്ധതി 1994 മുതൽ സംസ്ഥാനത്തെ മുഴുവൻ പ്രൈമറി, റീജിയണൽ, സെൻട്രൽ അപെക്സ് സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. എന്നാൽ ഇതിൽ ചേരുന്നതിന് EPF പെൻഷൻ പദ്ധതിയിൽ അംഗമായ സംഘങ്ങൾ അതിൽ നിന്ന് വിടുതൽ വാങ്ങേണ്ടതുണ്ട്. EPF പരിധിയിൽ നിന്ന് ഇളവ് ലഭിച്ചാൽ മാത്രമാണ് സംസ്ഥാന പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാകാൻ കഴിയുക. സംസ്ഥാനത്തെ ഒരു വിഭാഗം സംഘങ്ങൾ ഇപ്പോഴും EPF-ൽ തുടരുന്നുണ്ട്. സംസ്ഥാനത്തെ പെൻഷൻ പദ്ധതിയേക്കാൾ മികച്ചതാകും EPF എന്ന തോന്നലാണ് സംഘങ്ങളെ പിന്മാറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പക്ഷേ 2014 സഹകരണ സംഘങ്ങൾ EPF-ൽ ചേർക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി ഭേദഗതി കൊണ്ടുവന്നു. ഇതോടെയാണ് ഒരു വിഭാഗം സഹകരണ ജീവനക്കാർ എല്ലാ പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്തായത്. മിസലേനിയസ് സഹകരണ സംഘങ്ങളുടെ അടിയന്തര പ്രശ്നങ്ങളിൽ നിവേദനം നൽകാനും തുടർന്ന് പ്രക്ഷോഭം നടത്താനും വിവിധ മിസലേനിയസ് സംഘങ്ങളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. വായ്പാ കുടിശ്ശിക മൂലമാണ് പല സംഘവും കടക്കെണിയിലാകുന്നതും നിക്ഷേപം തിരിച്ചുകൊടുക്കാൻ വിഷമിക്കുന്നതും. ARC ഫയൽ ചെയ്ത് വർഷങ്ങളായാലും നടപടിയില്ലെന്നും സർക്കാർ നിശ്ചയിച്ച ഫീസ് അടച്ചു വർഷങ്ങൾ കാത്തിരിക്കേണ്ട സ്ഥിതിയാണെന്നും കുടിശ്ശികക്കാർക്കെതിരെ സഹകരണ വകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നും യോഗം കുറ്റപ്പെടുത്തി. ARC ഫയൽ ചെയ്താൽ കുടിശ്ശിക പിരിച്ചു തരും വരെ കുടിശ്ശികയുടെ 50% സംഘങ്ങൾക്ക് നൽകുക, ഫീസ് വർധന പിൻവലിക്കുക, PSC നിയമന സംവരണം പുനഃസ്ഥാപിക്കുക, മിസലേനിയസ് സംഘങ്ങൾക്ക് അപെക്സ് സ്ഥാപനം രൂപീകരിക്കുക, കേരള ബാങ്കിലെ ഓഹരികൾ തിരിച്ചു തരികയോ സ്ഥിര നിക്ഷേപമാക്കുകയോ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. നെല്ലിമുട് പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പ്രക്ഷോഭത്തിനായി നെല്ലിമുട് പ്രഭാകരൻ കൺവീനറായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ വർഷവും നിക്ഷേപ സമാഹരണ യജ്ഞം നടത്താറുള്ളത് സഹകരണ ബാങ്കുകളാണ്. ടാർഗറ്റ് നിശ്ചയിച്ച് പലിശ നിരക്ക് കൂട്ടിയാണ് ഇത് നടത്താറുള്ളത്. സഹകരണ വകുപ്പാണ് നിക്ഷേപ സമാഹരണ യജ്ഞം പ്രഖ്യാപിക്കാറുള്ളത്. ഒടുവിൽ നടത്തിയ നിക്ഷേപ സമാഹരണത്തിൽ 9,000 കോടിയായിരുന്നു ടാർഗറ്റ്. നേടിയത് 23,000 കോടിയാണ്. ഇപ്പോൾ സഹകരണ ബാങ്കുകളുടെ അതേ മാതൃകയിൽ വാണിജ്യ ബാങ്കുകളും നിക്ഷേപ സമാഹരണം നടത്തുകയാണ്. ഓരോ ബാങ്കും പ്രത്യേക നിക്ഷേപ സ്കീം പ്രഖ്യാപിച്ചാണ് സമാഹരണത്തിന് ഒരുങ്ങുന്നത്. വായ്പ പലിശ നിരക്ക് കുറയ്ക്കാതെയുള്ള പണനയമാണ് റിസർവ് ബാങ്ക് കുറച്ചു കാലമായി സ്വീകരിക്കുന്നത്. ഇതാണ് ഉയർന്ന നിരക്കിൽ പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കാൻ ബാങ്കുകൾക്ക് വഴിയൊരുക്കിയത്. വർദ്ധിച്ച വായ്പാ ആവശ്യം നിറവേറ്റാൻ നിക്ഷേപ സമാഹരണത്തിലൂടെ പണം കണ്ടെത്താനാണ് ശ്രമം. പ്രത്യേക കാലയളവിലെ നിക്ഷേപ പ്ലാൻ അവതരിപ്പിച്ചാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നത്. തട്ടിപ്പ് തടയാൻ മാത്രമായി നയവും സമിതിയും രൂപീകരിക്കണമെന്ന് റിസർവ് ബാങ്ക് അർബൻ സഹകരണ ബാങ്കുകൾക്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കും കേന്ദ്ര സഹകരണ ബാങ്കുകൾക്കും നിർദ്ദേശം നൽകി. 2015 ജൂലൈ 1 ഈ 3 വിഭാഗങ്ങൾക്കും നൽകിയിരുന്ന നിർദ്ദേശങ്ങൾക്ക് പകരമായാണ് പുതിയ നിർദ്ദേശങ്ങൾ. തട്ടിപ്പുകളും റിസ്കുകളും മാനേജ് ചെയ്യാൻ ഭരണസമിതി അംഗീകരിച്ച നയം ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. തട്ടിപ്പുകൾ നിരീക്ഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇതിലുണ്ടായിരിക്കണം. കൂടാതെ 2 ഡയറക്ടർമാരെങ്കിലും വേണം. ഇതിലൊരാളായിരിക്കും സമിതിയെ നയിക്കുക. 1000 കോടി രൂപയിൽ താഴെ നിക്ഷേപമുള്ള ടയർ 1-ലും ടയർ 2-ലും പെടുന്ന അർബൻ ബാങ്കുകൾക്കും സംസ്ഥാന സഹകരണ ബാങ്കുകൾക്കും കേന്ദ്ര സഹകരണ ബാങ്കുകൾക്കും ഇതിനു പകരം എക്സിക്യൂട്ടീവുമാരുടെ സമിതിയായാലും മതി. ഇതിലും 3 പേരെങ്കിലും ഉണ്ടായിരിക്കണം. അതിലൊരാൾ CEO ആയിരിക്കുകയും വേണം. കവർച്ചയും കവർച്ചാ ശ്രമങ്ങളുമൊക്കെ 7 ദിവസത്തിനകം റിസർവ് ബാങ്കിന്റെ തട്ടിപ്പ് നിരീക്ഷണ ഗ്രൂപ്പിന് റിപ്പോർട്ട് ചെയ്യണം. ഇത്തരം സംഭവങ്ങളെപ്പറ്റി ഓരോ 3 മാസവും RBIക്ക് റിപ്പോർട്ട് ചെയ്യണം. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി moonamvazhi@gmail.com എന്ന മെയിൽ ID യിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.